കൊടും ചൂട് സംസ്ഥാനത്ത് പല തൊഴിൽ മേഖലയും പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞു. വസ്ത്രങ്ങൾക്ക് ഇസ്തിരിയിടുന്നവർ അത്തരത്തിലൊരു പ്രതീകമാണ്. കനത്ത ചൂട് ഇവരുടെ തൊഴിൽ ജീവിതത്തെ വല്ലാതെ തളർത്തിയിരിക്കുകയാണ്. തേച്ച തുണി പോലെ വടിപൊത്തതല്ല ഇസ്തിരി തൊഴിലാളികളുടെ ജീവിതം. കയ്യിലിരിക്കുന്നത് 150 ഡിഗ്രി ചൂടുള്ള തേപ്പുവട്ടി. ഇപ്പോഴത്തെ കൊടും ചൂടിനോടും ഇസ്തിരിപ്പെട്ടിയോടും പടപെട്ടി വേണം ഇവർക്ക് നിത്യജീവിതത്തിനുള്ള വരുമാനം കണ്ടെത്താൻ. ഇത്രയും ചൂടുണ്ട്. ഈ പെട്ടിയുടെ ചൂട് 150 ഡിഗ്രി ഉണ്ടല്ലോ. അപ്പോൾ മനുഷ്യന് മൊത്തം ഈ തേച്ച് ഞങ്ങളുടെ ദേഹത്തൊക്കെ വേർപ്പ് ചൂടുകൂരുമൊക്കെ വന്നിരിക്കണം. ഭയങ്കര ചൂടാണ്. പക്ഷേ ഈ രാവിലെ തൊട്ട് ഒരു 11 മണി വരെ പണിയെടുക്കാം. ഈ 11 മണിക്ക് ശേഷം ഒരു 3 മണി വരെ നമ്മൾ പെട്ടി പിടിച്ച് തേക്കാൻ പറ്റില്ല. അത്രയും തിരക്കുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു 6 മണിക്ക് ശേഷം വെയിൽ പോയ ശേഷം തേക്കില്ല. പക്ഷേ ഈ ചൂട് കൊണ്ട് ദേഹത്തൊക്കെ പൊള്ളൽ. പിന്നെ നമ്മുടെ കുടുംബം ജീവിച്ച് പോകണ്ടേ. ആ കഷ്ടപ്പാടിന് വേണ്ടി ചൂട് നോക്കാതെ ഞങ്ങൾ തേച്ചുകൊണ്ടിരിക്കും. വേറെ വഴിയില്ല. ഇടയ്ക്ക് കുറച്ച് ഇടവേളയെടുക്കും. പക്ഷേ വരുമാനം കുറയുന്നതോർക്കുമ്പോൾ വീണ്ടും തേപ്പോട്ടിയെടുക്കും. അല്ലാതെ മറ്റു മാർഗമില്ല ഇവർക്ക് മുന്നിൽ. ഭയങ്കര ചൂടാണ്. ഈ തേക്ക് പെരുമ്പാട്. ഈ ചൂട് സമയത്തിൽ ഭയങ്കര കഷ്ടം. എന്താ ചെയ്യുക? നമ്മൾ കുടുംബമുണ്ട്, പണി ചെയ്യുന്നു. പണി ഒരുപാടുണ്ട്. ചൂടെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. ദിവസവും 10 മുതൽ 12 മണിക്കൂർ വരെയാണ് കോട്ടയത്ത് തേപ്പുകട നടത്തുന്ന തങ്കരാജിൻ്റെയും വിനോദിൻ്റെയും ജോലി സമയം. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെത്തി ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവരാണ് അധികവും. അവരെല്ലാം സമാന പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.